ജനങ്ങളുടെ ഹിന്ദുത്വ വോട്ട് കിട്ടാൻ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് തിടുക്കപ്പെട്ട് പണി കഴിപ്പിച്ച രാമക്ഷേത്രത്തിന്റെ ഇന്നത്തെ അവസ്ഥ പരിതാപകരമാണ്. പൂജയും കഴിഞ്ഞ് കോടിക്കണക്കിന് രൂപ സംഭാവനയും മേടിച്ച് പ്രതിഷ്ഠാ ചടങ്ങും കഴിഞ്ഞ് പോയ മോദിയെ പിന്നെ ആരും ആ വഴിക്ക് കണ്ടിട്ടില്ല. ഇനി വന്നിട്ടും കാര്യമൊന്നുമില്ല. കാരണം സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത തോൽവിയാണ് അയോധ്യയിൽ BJPക്ക് ലഭിച്ചത്. ഏതായാലും തിരക്കിട്ട് പണിത ക്ഷേത്രത്തിന്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് ഉത്തരവാദി മോദിയാണെന്ന് തറപ്പിച്ചു പറയാം. കനത്ത മഴയ്ക്ക് പിന്നാലെ അയോധ്യ രാമക്ഷേത്രത്തിന്റെ മേൽക്കൂര ചോർന്നൊലിക്കുകയാണ്. മുഖ്യ പുരോഹിതൻ ആചാര്യ സത്യേന്ദ്രദാസാണ് ഈ വിഷയം ഉന്നയിച്ചിരിക്കുന്നത്. ഏറെ കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം നടത്തിയ രാമക്ഷേത്രം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്ത് മാസങ്ങൾ പിന്നിടുമ്പോഴേക്കുമാണ് വീഴ്ച കണ്ടെത്തിയിരിക്കുന്നത്. ശ്രീകോവിലിന്റെ മേൽക്കൂരയിൽ നിന്ന് വെള്ളം ഒലിച്ചിറങ്ങുന്നുവെന്നാണ് മുഖ്യ പുരോഹിതൻ പറയുന്നത്. ക്ഷേത്ര നിർമ്മാണത്തിൽ അനാസ്ഥയുണ്ടെന്ന് ആരോപിച്ച സത്യേന്ദർ ശനിയാഴ്ച അർദ്ധരാത്രിയിൽ പെയ്ത മഴയ്ക്ക് ശേഷം ക്ഷേത്ര പരിസരത്ത് നിന്ന് മഴവെള്ളം ഒഴുകിപ്പോകാനുള്ള ക്രമീകരണങ്ങൾ ഇല്ലാതിരുന്നതിനാൽ മറ്റു നടപടികൾ സ്വീകരിക്കേണ്ടി വന്നുവെന്നും വ്യക്തമാക്കുന്നുണ്ട്. മേൽക്കൂരയിൽ നിന്ന് വെള്ളം ചോരുന്ന സംഭവം മുതിർന്ന ഉദ്യോഗസ്ഥരെ അറിയിച്ചതിനെ തുടർന്ന് ക്ഷേത്ര നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ നിബേന്ദ്ര മിശ്ര ക്ഷേത്രത്തിലെത്തി മേൽക്കൂര നന്നാക്കി വാട്ടർ പ്രൂഫ് രീതിയിലാക്കാൻ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. രാംലല്ലയുടെ വിഗ്രഹത്തിനു മുന്നിലും പുരോഹിതൻ ഇരിക്കുന്ന ഇടത്തിനും VIP ദർശനത്തിനായി ആളുകൾ വരുന്ന ഭാഗത്തിന് മുകളിൽ നിന്നുമുള്ള മേൽക്കൂരയിലാണ് ചോർച്ച. രാജ്യത്തിന്റെ നാനാഭാഗത്തു നിന്നുമുള്ള എഞ്ചിനീയർമാരാണ് രാമക്ഷേത്രം പണി കഴിപ്പിച്ചത്. ജനുവരി 22-നാണ് ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത്. എന്നാൽ ഒരു മഴ പെയ്താൽ ചോരുന്നതാണെന്ന് ആരും അറിഞ്ഞില്ല. ലോകപ്രസിദ്ധമായ ക്ഷേത്രത്തിന്റെ മേൽക്കൂര ചോരുക എന്ന് പറയുന്നത് ആശ്ചര്യകരമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നാണ് മുഖ്യ പുരോഹിതൻ ചോദിച്ചത്. അതിനിടെ ശനിയാഴ്ച രാത്രി പെയ്ത അതിശക്തമായ മഴയിൽ റമ്പത്ത് റോഡിലും അതിനോട് ചേർന്നുള്ള ഇടവഴിയിലും വെള്ളക്കെട്ട് രൂക്ഷമായിരുന്നു. പ്രദേശത്തെ വീടുകളിലേക്ക് മലിനജലം കയറുകയും ചെയ്തിട്ടുണ്ട്. അയോധ്യയിലെ റമ്പാത്ത് റോഡും മറ്റ് പുതുതായി നിർമ്മിച്ച റോഡുകളും ചിലയിടങ്ങളിൽ തകരുകയും ചെയ്തിട്ടുണ്ട്. ജനുവരി 22-ന് നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിലായിരുന്നു മൈസൂരുവിൽ നിന്നുള്ള ശില്പിയായ അരുൺ യോഗിരാജ് രൂപകൽപ്പന ചെയ്ത 51 ഇഞ്ച് ഉയരമുള്ള രാംലല്ല വിഗ്രഹം രാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു ചടങ്ങിലെ മുഖ്യാതിഥി. എന്നാൽ വെറും 5 മാസങ്ങൾ പിന്നിടുമ്പോഴേക്കും ക്ഷേത്രത്തിന്റെ മേൽക്കൂര ചോരുന്നുവെന്നാണ് ഇപ്പോഴത്തെ സംഭവവികാസങ്ങൾ സൂചിപ്പിക്കുന്നത്. അതേസമയം രാഷ്ട്രീയ നിയമ വിവാദങ്ങളുടെ ചരിത്രത്തിനിടയിൽ 2020 ഓഗസ്റ്റ് 5-നാണ് അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണം ആരംഭിച്ചത്. അയോധ്യ ജില്ല എന്ന് അടുത്തിടെ പേരുമാറിയ പഴയ ഫൈസാബാദ് ജില്ലയിലെ അയോധ്യ നഗരത്തിനുള്ളിൽ സരയൂ നദിക്കരികെയാണ് രാമക്ഷേത്രം. ഉത്തര ദക്ഷിണ ക്ഷേത്ര വാസ്തുശില്പ ശൈലികളും രാജ്യത്തിന്റെ എഞ്ചിനീയറിംഗ് സാമർഥ്യവും കൈകോർക്കുന്ന നിർമ്മിതി. 70 ഏക്കറിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഉത്തരേന്ത്യയിലെ ക്ഷേത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന നാഗര ശൈലിയും ദക്ഷിണേന്ത്യയുടെ ദ്രാവിഡ ശൈലിയും ചേർന്നാണ് ക്ഷേത്ര സമുച്ചയത്തിൽ ഒരുമിക്കുന്നത്. കേരളത്തിന്റെ തേക്കും രാജസ്ഥാനിലെ ഭരത്പൂരിന്റെ പിങ്കു നിറമുള്ള കല്ലുകളും തെലങ്കാനയുടെയും കർണാടകയുടെയും ഗ്രാനൈറ്റും ഇതിൽ പങ്കുചേരുന്നുണ്ട്. ശില്പികളും തൊഴിലാളികളും അടങ്ങുന്ന 4000-ഓളം പേരുടെ രാപ്പകലില്ലാത്ത അധ്വാനമാണ് രാമക്ഷേത്രം. അതാണിന്ന് ചോർന്നൊലിക്കുന്നത്. അതേസമയം രാമക്ഷേത്രം ഉയർത്തി തിരഞ്ഞെടുപ്പിനെ നേരിട്ട BJPക്ക് കനത്ത തിരിച്ചടിയായിരുന്നു അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ് മണ്ഡലത്തിലെ തോൽവി. തിരഞ്ഞെടുപ്പിന് മുൻപ് രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത് യോഗിയും മോദിയുമൊക്കെ സർക്കാർ നേട്ടമായാണ് അവതരിപ്പിച്ചിരുന്നത്. എന്നാൽ ക്ഷേത്ര പരിസരത്ത് താമസിക്കുന്നവരും ജോലി ചെയ്യുന്നവരും പറയുന്നത് ഒരു ദിവസം 200 രൂപ പോലും സമ്പാദിക്കാനാകുന്നില്ല എന്നാണ്. കാര്യമായ വരുമാനമില്ലാത്തത് ജീവിത പ്രതിസന്ധി ഉണ്ടാക്കുന്നുവെന്നും അവർ മാധ്യമങ്ങളോട് പറയുന്നുണ്ട്. ഉദ്ഘാടനം നടന്ന ആദ്യ ആഴ്ചകളിൽ തീർത്ഥാടകരും വിനോദസഞ്ചാരികളും ധാരാളം എത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ അതല്ല അവസ്ഥ. പ്രദേശത്തോടുള്ള സർക്കാരിന്റെ അവഗണന അവരുടെ ജീവിതത്തെ തന്നെ സാരമായി ബാധിച്ചുവെന്നാണ് അവർ പറയുന്നത്. കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ ഇടയ്ക്കിടയ്ക്ക് വരും, വൻ റാലികൾ നടത്തും, പോകും. മാധ്യമങ്ങളിലും സൈബർ ഇടങ്ങളിലും വലിയ വാർത്തയാകും. എന്നാൽ പ്രദേശത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളെ കേൾക്കാനോ അവ പരിഹരിക്കാനോ ആരും തയ്യാറാകുന്നില്ലെന്നാണ് അയോധ്യ നിവാസികൾ പറയുന്നത്. ഇത് തുടർന്നാൽ അയോധ്യയിലെ വിധിയാകും മറ്റിടങ്ങളിലും BJPയെ കാത്തിരിക്കുക എന്നും അവർ തുറന്നടിച്ചിരിക്കുകയാണ്.